പിതാവാം ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ കൂടിയാണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്നത്. Man had lost the privilege to have peace in their life. ആ മനുഷ്യന് അപ്രകാരം വലിയൊരു പദവി ലഭിച്ചിരിക്കുകയാണ്. But God has worked through his son, the Lord Jesus Christ. പിതാവാം ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ കൂടിയാണ് അത് പ്രവർത്തിച്ചൊരുക്കിയിരിക്കുന്നത്. Romans 3:23, for the wages of sin is death. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം നമ്മൾ വായിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. Death means eternal separation from God. ആ എന്നേക്കുമായിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ള വേർപാട്. Death means no peace in our life. ഒരിക്കലും സമാധാനമില്ലാത്ത ജീവിതങ്ങൾ. Oh, death means always troubles and problems in our life. എല്ലായ്പ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും. Oh, but John 3:16 say, for God so loved the world that he gave his only begotten son, that whosoever believeth on him should not perish but have everlasting life. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. Oh dear ones, as you look at Joby and Ruthie, they will publicly declare what God has done in their lives. പ്രിയമുള്ളവരെ, ഈ ഇരിക്കുന്ന ജോബിയിലേക്കും റൂത്തിലേക്കും നിങ്ങൾ നോക്കുമ്പോൾ പരസ്യമായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്, ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. They know it 100% that God is going to defend their life against all the problems that are going to come into their lives. 100% അവർ വിശ്വസിക്കുന്നു, കുടുംബ ബന്ധത്തെ ദൈവം സംരക്ഷിക്കുന്നുണ്ട്, യാതൊന്നും അതിനെതിരെ കടന്നു വരികയില്ല. Why is it? Because they have trusted in the salvation which God has provided through Jesus Christ on the cross of Calvary. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പിതാവാം ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ കൂടി കാൽവരിയിൽ ഒരുക്കിയ ആ രക്ഷണീയ പ്രവൃത്തിയുടെ മുഖാന്തരം. Because they are the children of God, God is willing to defend their lives. അവർ ദൈവമക്കളാണ്, അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ദൈവം അവരെ സംരക്ഷിക്കുകയാണ്. So this morning I am assured that God is going to defend their marriage against personal incompatibilities. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവം കുടുംബ ബന്ധങ്ങളെ അവർ ഒന്നിച്ചു ചേർത്തിരിക്കിയാൽ അത് ചേർച്ചയില്ലാത്തതാണെന്ന് ചിന്തിക്കുവാൻ പാടില്ല. Oh, this marriage speaks about that great truth. ഈ വിവാഹം ആ വലിയ സത്യമാണ് നമ്മളെ വിളിച്ചറിയിക്കുന്നത്. Oh, Ruthie and Joby, God is going to defend your marriage against all the problems that's going to come in your life. പ്രിയ മകൾ രൂത്തിയെ, പ്രിയമകൻ ജോബിയെ, നിങ്ങളുടെ വിവാഹ ജീവിതത്തെ, വിവാഹ ബന്ധത്തെ മറ്റെല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദൈവം സംരക്ഷിക്കുകയാണ്. Look to God each day of your life through the scriptures and through prayer. ഓരോ ദിവസവും ഈ ദൈവത്തിങ്കിലേക്ക് തിരുവചനത്തിൽ കൂടിയും പ്രാർത്ഥനയിൽ കൂടിയും നിങ്ങൾ നോക്കുക. May the Lord bless His words into our lives and into the lives of these two wonderful young lives. ഈ കേട്ട ദൈവ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. May the Lord's name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Thank you, Brother Sam Matthew and Brother Sam Joy, for that inspiring message. നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെയും എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണഭൂതൻ അത്യുന്നതനായ ദൈവമാണ്. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ഭർത്താവിനെ കിട്ടുന്നവൾക്കും നന്മ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ വിയോജിക്കുകയില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ ജോബിയും രൂത്തിയും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ പരസ്പരം ഏറ്റുവാങ്ങാൻ പോകുന്ന ഈ ഘട്ടത്തിൽ ഗായക സംഘം ദൈവിക നന്മകളെ അനുസ്മരിക്കുന്ന ഒരു ഗാനം പാടും. എൻ പ്രാണനും എൻ ആയുസ്സും എന്നാരംഭിക്കുന്ന ഗാനം. I invite the choir to lead hymn number 4, which talks about all the goodness and all the blessings which God has provided us. Hymn number 4, over to choir.
Thank you, Cor. That was soul stirring. ഞാൻ ജോബിയെയും രൂത്തിയെയും കുറേ നേരമായി ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ വളരെ അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു നിർണായകമായ ഈ സമ്മോഹന മുഹൂർത്തം വരുവാൻ വേണ്ടിയുള്ള ആ കാത്തിരിപ്പ്. Yes, Joby and Ruthie, I know you are waiting anxiously and eagerly for this crucial and the most unforgettable moment in your life. And the moment has come. The waiting is over. Brother Charles John is going to solemnize the wedding. പക്ഷേ അതിനു മുൻപ് ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനു വേണ്ടി സഹോദരൻ വർഗീസ് മാത്യു ദൈവ മുഖത്തേക്ക് നോക്കുവാൻ പോവുകയാണ്. നമുക്കേവർക്കും ഈ നിമിഷം പ്രാർത്ഥനയോടെ ഇരിക്കാം. I invite Brother Varghese Matthew to lead us in prayers. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ദൈവം ജീവിക്കുന്നു, അതിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളുടെ ദൈവം അവിടുന്ന് വിശ്വസ്തനാകിയാൽ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെയൊക്കെയും ജീവിതങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. കടന്നു വന്ന നിമിഷം മുതൽ ഇതുവരെയും അവിടുത്തെ കൃപയിൽ സാന്നിധ്യത്തിൽ അവിടുന്ന് ഞങ്ങളെ ഇരുത്തിയതിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. കടന്നു വന്ന ദൈവജനത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. പ്രത്യേക കർത്താവേ, രൂത്തിമോളെയും ജോബിയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങൾക്ക് രക്ഷിക്കപ്പെട്ട ദൈവഭവനങ്ങളിൽ ജനിക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. അവർക്ക് ആവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസവും ആരോഗ്യവും ബലവും കർത്താവ് നൽകി കൊടുത്തതിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ അവരെന്തെങ്കിലും നേടിയെന്നുള്ളതിനേക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ, കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ, ദൈവോധനമനുസരിച്ച് ജീവിപ്പാനൊക്കെയും കഴിഞ്ഞ നാളുകളിൽ അവരെ ഇടയാക്കിയതോർത്ത് ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ പ്രിയ കുഞ്ഞുങ്ങൾക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടുകൂടി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന നിമിഷം മുതൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യബോധം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നതിനാൽ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. വചനം സംസാരിപ്പാൻ അവിടുത്തെ ദാസനെ ബലപ്പെടുത്തിയതിനാൽ ഞങ്ങൾ നന്ദിയോടുകൂടി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓർത്തതുപോലെ ഇത് യഹോവയാൽ സ്ഥാപിതമായിരിക്കുന്ന ഒരു ജീവിതമാകിയാൽ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങൾക്കൊക്കെയും കർത്താവെ ആ നിലയിൽ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവസരം നൽകിയതോർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രിയ കുഞ്ഞുങ്ങൾ പിതാവെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ കൃപ ഉയരത്തിൽ നിന്ന് ധാരാളമായിട്ട് നൽകി അനുഗ്രഹിക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഭവനം പണിയപ്പെടുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേക കർത്താവ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന അവിടുത്തെ ദാസനെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുകയാണ്. ഏറിയ സ്വർഗീയ കൃപ അവിടെ നൽകുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും അവിടുത്തെ കർത്താവെ വചനത്തിൻ്റെ ഏറിയ നിറവോടും കൂടി ശുശ്രൂഷിപ്പാൻ അവിടുത്തെ ദാസനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക പിതാവെ, കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ ഇവിടുത്തെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുകയാണ്. അവിടുന്ന് സഹായിക്കുകയും അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ അവരെ ശക്തീകരിക്കണമേ. അവരുടെ ജീവിതത്തിൻ്റെ ഉടനീളം ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ, ദൈവവചനത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ദൈവം അവരെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയുമല്ല പിതാവേ, അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷവും അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, അവർ ബന്ധപ്പെട്ടു പോകുന്ന സമൂഹങ്ങളിൽ ദൈവജനം അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ഇരു ഭവനങ്ങളിലെയും മാതാപിതാക്കളെയും ഓർത്തും പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും കർത്താവ് കൊടുത്തിരിക്കുന്ന ദൈവിക കൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. വരും ദിവസങ്ങളും ധാരാളമായിട്ട് അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. കടന്നു വന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. പ്രത്യേക പിതാവേ, ഇന്ന് ദൈവദിനം കേട്ടവരായിരിക്കുന്ന കർത്താവിനെ അനുസരിക്കാതെ ആരെങ്കിലും ഞങ്ങളുടെ മധ്യേ ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ, ദൈവത്തിന് അനുസരിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ, ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോകാൻ ഇടയാകാതെ നന്മയും പ്രസാദവും ഉള്ളത് തിരഞ്ഞെടുത്ത് ജീവിപ്പാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പിതാവേ, പ്രിയ രൂത്തിയെയും ജോബിയെയും എടുത്ത കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. അവിടെ ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണം. ശുശ്രൂഷയെ കർത്താവ് ആദരിക്കണം, അവിടുന്ന് അനുഗ്രഹിക്കണം. സകലവും ക്രിസ്തുയേശുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. മലയാളി ക്രൈസ്തവർ എവിടെയുണ്ടോ
അവരുടെയൊക്കെയും ചുണ്ടുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരുപിടി മനോഹരമായ ഗാനങ്ങളുടെ ഉടമയാണ് സഹോദരൻ ചാൾസ് ജോൺ. ദൈവ കൃപയിൽ ആശ്രയിച്ച് കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കും അന്ത്യം വരെ എന്ന പ്രതിജ്ഞയോടെ ആണികളേറ്റ പാണികളിൽ എൻ്റെ സങ്കേതവും ബലവും എന്ന കീർത്തനത്തോടെ സാധു എന്നെ കൈവിടാതെ അന്ത്യം വരെ നടത്തും എന്ന പ്രതീക്ഷയോടെ തൻ്റെ ജീവിതയാത്ര തുടരുന്ന സഹോദരൻ ചാൾസ് ജോൺ ഇന്നത്തെ വരൻ്റെ ജോബിയുടെ മാതൃ സഹോദരൻ കൂടിയാണ്. അദ്ദേഹമാണ് ശുശ്രൂഷ നിർവഹിക്കുന്നത്. Now it's a most solemn occasion, solemnization of the wedding. Through the public announcement of the acceptance and through the covenant between each other, Joby and Ruthie, they are going to become husband and wife. Our God in heaven, He is going to unite them together, but Brother Charles John, servant of God, he will lead the service. ഈ നിമിഷങ്ങൾ നാം ഇവിടെ ചെലവഴിക്കുമ്പോൾ കേവലം ഒരു ചടങ്ങ് വീക്ഷിക്കുന്നു എന്നുള്ള നിർവികാര്യതയോടെ ഇരിക്കാതെ വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ ശ്രമിക്കാം. ഓവർ ടു ബ്രദർ ചാൾസ് ജോൺ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിയുക്ത വധൂവരന്മാർ, കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, സഹോദരീ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൽ സംബന്ധിക്കുവാനും ഈ ശുശ്രൂഷയിൽ ഒരു എളിയ പങ്ക് നിർവഹിക്കുവാനും ഇടയാകുന്നതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്. ഇങ്ങനൊരവസരം ഒരുക്കി തന്ന ഇരു കുടുംബങ്ങളോടും ഇരു സഭകളോടും കർത്താവിൻ്റെ നാമത്തിൽ എനിക്കുള്ള നന്ദിയും ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. പ്രിയ ജോർജ് കോശി ഓർപ്പിച്ചതുപോലെ ജോബി എൻ്റെ ഇളയ പെങ്ങളുടെ മകനാണ്. വളരെ ബാല്യത്തിൽ തന്നെ പരിചയപ്പെടുവാൻ മാത്രമല്ല അവനെ വളർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ സ്നേഹവും അടുപ്പവും ബന്ധവുമുള്ള ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല പ്രിയ ജോബി വളരെ സൗമ്യനാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാനും ദൈവമക്കളോടുള്ള നിരന്തരമായ കൂട്ടായ്മയിൽ ഇന്നുവരെ തുടരുവാൻ മാത്രമല്ല തികഞ്ഞ ആത്മീയനായിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവമിടയാക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം പ്രിയപ്പെട്ടവനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയ മകൾ രൂത്തി, ഹൃദയം തുറന്നു പറഞ്ഞാൽ എൻ്റെ ഒരു ഇളയ സഹോദരൻ്റെ മകളാണ്. കാരണം പ്രിയ രാജൻ തൻ്റെ യൗവന പ്രായത്തിലേക്ക് കാലുകുത്തിയ സമയത്ത് ആത്മീയ രംഗത്തേക്ക് കൈപിടിച്ച് നടത്തുവാൻ അതിലൊക്കെ ഉപരിയായി ഒരുമിച്ച് സുവിശേഷകൻ ബാലസംഘത്തിൽ കുഞ്ഞുങ്ങളിടയിൽ അനേകം ശുശ്രൂഷകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ആ കാലഘട്ടമൊക്കെ ഇന്ന് ഓർക്കുകയായിരുന്നു. ഇവിടെ ഇരുന്ന് ആ പഴയ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. വളരെ ചെറുകുറുക്കോടുകൂടി വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു നല്ല പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു തികഞ്ഞ ആത്മീയനായി എനിക്ക് അദ്ദേഹത്തെ കാണുവാനായിട്ട് കഴിഞ്ഞു. മാത്രമല്ല താനിന്ന് ജോലിയോടുകൂടി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. ഞാൻ ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ രൂത്തിയും അതേ നിലയിൽ വളരെ ആത്മീയ നിലവാരം പാലിച്ച്
മുന്നോട്ട് പോകുന്ന ഒരു നല്ല യുവ സഹോദരിയാണ് എന്നുള്ളത് എനിക്കറിയുവാൻ കഴിഞ്ഞു. പ്രിയ മകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെ പരിമിതമായ സമയമാണ് എൻ്റെ മുൻപിലുള്ളത്. എൻ്റെ പ്രിയ സഹോദരൻ ബ്രദർ സാം മാത്യു, അദ്ദേഹം ഇന്ന് ഇവിടെ ആവശ്യമായ നല്ലൊരു ദൂത് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഒരു വചന ശുശ്രൂഷയുടെ ആവശ്യം ഇവിടെ ഇല്ല. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വിവാഹ ശുശ്രൂഷ നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഈ കുഞ്ഞുങ്ങളോടായിട്ട് 2-3 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കുടുംബം അത് വിഭാവനം ചെയ്തത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവം തന്നെ ആദ്യത്തെ വിവാഹം നടത്തിക്കൊടുത്തു. അതുപോലെ തന്നെ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണം, കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിൽ ഒരു കുടുംബജീവിതം മുൻപോട്ട് പോകുന്നെങ്കിൽ മാത്രമേ ആ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകുകയുള്ളൂ എന്നുള്ള വിവരം വളരെ വ്യക്തമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുടുംബമെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം അവിടെ ദൈവത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകുന്നതിൻ്റെ പ്രധാന കാരണം ആ കുടുംബത്തിൽ ഉള്ളവർ, അല്ലെങ്കിൽ ഒരു ഭാര്യ, ഒരു ഭർത്താവ് ദൈവത്തിന് എത്രമാത്രം സ്ഥാനം അവർ കൊടുക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. ഇന്ന് നമുക്കറിയാം, അനേക കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കുടുംബജീവിതം തകരുന്നതെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ല, ധനമില്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, കുടുംബജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല, ദൈവത്തിൻ്റെ വചനത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. പ്രിയ ജോബിയോടും പ്രിയ രൂത്തിയോടും ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്തോടുകൂടി ആരംഭിക്കുവാൻ, ദൈവത്തോടുകൂടി തുടരുവാൻ, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് ഒരു വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇടയാകട്ടെ. അങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. മറ്റൊരു കാര്യം, കുടുംബജീവിതത്തിൽ വളരെ കടപ്പാടുകളുണ്ട്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട് ഉള്ള കടപ്പാടുകൾ വളരെ കൃത്യമായി നിർവഹിക്കണം. തിരുവചനത്തിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്യോന്യമുള്ള കടപ്പാടുകൾ വളരെ കൃത്യമായി നിർവഹിക്കുന്നെങ്കിൽ മാത്രമേ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകുകയുള്ളൂ. നിങ്ങൾ തമ്മിലുള്ള കടപ്പാടുകൾ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. നിങ്ങൾ തമ്മിലുള്ള ആ കടപ്പാടുകൾ വളരെ കൃത്യമായി നിർവഹിക്കപ്പെടണം. നമുക്കറിയാം, കുടുംബജീവിതത്തിൽ എൻ്റെ പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കുവാൻ, അന്യോന്യം സഹകരിക്കുവാൻ, അന്യോന്യം ക്ഷമിക്കുവാൻ, അന്യോന്യം പൊറുക്കുവാൻ, അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ വളരെ സഹിഷ്ണുതയോടുകൂടി മുൻപോട്ട് പോകണമെന്നുള്ളതാണ്. പലപ്പോഴും ഈ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു കാരണം അല്പമെങ്കിലും ക്ഷമിക്കുവാനോ സഹിക്കുവാനോ കഴിയാതെ വരുമ്പോഴാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് മലയാള മനോരമയിൽ സൺഡേ സപ്ലിമെൻറ്റിൽ ഇന്നത്തെ ചിന്താവിഷയം എന്നൊരു ആർട്ടിക്കിളുണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാനത് വായിച്ചപ്പോൾ ഒരു സന്ദേശം എനിക്കതിൽ കാണുവാനായിട്ട് കഴിയും. ഒരു ഭാര്യയും ഭർത്താവും ഒരു പൈതലുണ്ടാകാനായി 7 വർഷം അവർ പ്രാർത്ഥിച്ചു. 7 വർഷം പ്രാർത്ഥിച്ച് ഒരു മകനെ ദൈവം അവർക്ക് കൊടുത്തു. ആ മകനെ താലോലിച്ച് അവരിങ്ങനെ വളർത്തുകയാണ്. ആ മകനെ താലോലിച്ച് വളർത്തുന്ന ആ സമയത്ത് ഏതാണ്ട് 1.5 വയസ്സ് പ്രായമായപ്പോൾ സംഭവിച്ചെന്താണെന്ന് പറയട്ടെ. ആ പിതാവ് ഏതോ മരുന്ന് കഴിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് ആ മരുന്ന് കഴിച്ചതിന് ശേഷം അതെടുത്ത് അലമാരിയിൽ വെക്കാറുണ്ട്. എന്നാൽ ഒരു ദിവസം രാവിലെ ഈ മരുന്ന് കഴിച്ചിട്ട് എന്തോ തിടുക്കത്തോടുകൂടി താൻ ഓഫീസിലേക്ക് പോയി ഈ എടുത്ത മരുന്ന് അടച്ച് അലമാരിയിൽ വെക്കാൻ കഴിഞ്ഞില്ല.
എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ ഭർത്താവ് പോകുന്ന വഴിയിൽ ഭാര്യയെ വിളിച്ച് പറഞ്ഞ്, എനിക്കൊരു മറവിയുണ്ടായി, നീ വേഗം ചെന്ന് ആ മരുന്നെടുത്ത് അടച്ച് അലമാരിക്കകത്ത് വെക്കണം, വല്ല നിലയിൽ കുഞ്ഞെടുത്ത് കഴിച്ചെങ്കിൽ അപകടമാണ് എന്ന് ഭാര്യയെ വിളിച്ച് പറഞ്ഞു. ഓ, ഞാനപ്പോൾ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാൽ എന്തോ കാരണത്താൽ ആ ഭാര്യയ്ക്കത് ചെയ്യാൻ ഏതാണ്ട് ചില നിമിഷങ്ങൾ വൈകിപ്പോയി. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ 1.5 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞ് ആ മേശപ്പുറത്ത് കയറി ആ അപകടകരമായ മരുന്ന് മുഴുവൻ എടുത്ത് കുടിച്ചു. ആ ഗുളികയെല്ലാം വായിലിട്ട് വിഴുങ്ങി. എന്ത് സംഭവിച്ചു? ആ കുഞ്ഞ് അബോധാവസ്ഥയിലെത്തി. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ ആ കുഞ്ഞ് മരിച്ചു പോകുകയാണുണ്ടായത്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞ് മരിച്ച സമയത്ത് ആ ഭാര്യയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സമയത്ത് എൻ്റെ ഭർത്താവ് ഏത് നിലയിൽ എന്നോട് പ്രതികരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം ഈ വിവരം അറിഞ്ഞു. ആ ഭർത്താവ് വേഗം വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ആദ്യം ചെയ്തൊരു കാര്യം, തൻ്റെ ഭാര്യയെ അടുക്കൽ വിളിച്ചിരുത്തിയിട്ട്, പ്രിയപ്പെട്ടവളെ, ദൈവം നമുക്കൊരു മകനെ തന്നു, പ്രാർത്ഥനയുടെ ഫലമായി 1.5 വയസ്സ് വരെ വളർത്തുവാൻ ദൈവം നമുക്കിടയാക്കി. എന്നാൽ 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ അരികിലേക്ക് തന്നെ വിളിച്ചു. എൻ്റെ ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, നീ ഇതെങ്ങനെ സഹിക്കുമെന്നുള്ളതായിരുന്നു. ഞാൻ വളരെ ഹൃദയവേദനയോടുകൂടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്നാൽ ഈ സംഭവം നീ എങ്ങനെ സഹിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഭാരം എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ആ പ്രിയപ്പെട്ടവന് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഏതൊരു ഭർത്താവായിരുന്നെങ്കിൽ പറയുമായിരുന്നു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ, നീ എന്തുകൊണ്ടത് ചെയ്തില്ല. വളരെ കോപിഷ്ഠനായ ഒരു ഭർത്താവ് ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. എന്നാൽ ആ പ്രിയ ഭർത്താവ് വളരെ സ്നേഹത്തോടെ ആ ഭാര്യയുടെ അടുക്കൽ വന്ന് അവളുടെ കണ്ണുനീർ തുടച്ച് അവളെ ആശ്വസിപ്പിക്കുന്ന രംഗം, പ്രിയമുള്ളവരെ, അതാണ് സഹിഷ്ണുത എന്ന് പറയും. ഞാൻ ഈ സംഭവം ഇവിടെ ഓർപ്പിച്ചത്, ഒരു കുടുംബ ജീവിതത്തിൽ ഈ സഹിഷ്ണുത വളരെ ആവശ്യമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ കടപ്പാടുകൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് വളരെയാണ്. ഞാൻ പലപ്പോഴും വിവാഹ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ഞാൻ ആവർത്തിച്ചോർപ്പിക്കുന്ന ഒരു കാര്യമാണ്, വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് ഒരു വലിയ കടപ്പാട് നിങ്ങൾക്കുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ വളർത്തിയ, നിങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ആ മാതാപിതാക്കന്മാരെ കഴിഞ്ഞ കാലങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ, ദൈവം നിങ്ങൾക്ക് നൽകിയ എല്ലാ നന്മയിലും ഒരു പങ്ക് അവർക്ക് കൊടുക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. വരുന്ന ദിവസങ്ങളിൽ ആ കടപ്പാട് നിർവഹിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മൂന്നാമത്, കുടുംബജീവിതം എന്ന് പറയുന്നത് അനേക പ്രശ്ന കലുഷിതമാണ്. ഇവ രണ്ടുപേരും 2 തോണിയിൽ യാത്ര ചെയ്തവരാണ്. എന്നാൽ ഇന്ന് ഇവ രണ്ടുപേരും ഒരുമിച്ച് ഒരു തോണിയിൽ യാത്ര ചെയ്യാൻ പോകുകയാണ്. അവർ പോകാൻ തുടങ്ങുന്ന ആ വഴി എന്ന് പറയുന്നത് അനേക പ്രതികൂലങ്ങൾ നിറഞ്ഞതായിരിക്കും. കാറ്റുകൾ, തിരമാലകൾ ആഞ്ഞടിക്കുന്ന സമയങ്ങൾ ഉണ്ടാകുമായിരിക്കാം. എന്നാൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നിങ്ങളുടെ മുട്ടുകളെ മടക്കി ദൈവമുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാൻ ഇടയാകും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളൊരിക്കലും പോയിട്ടില്ലാത്ത ഒരു വഴിയിലൂടെ പോകാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കൈക്ക് പിടിച്ച് വഴി ഇതാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ നടത്തുവാൻ കഴിയുന്ന കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ലോകത്തിലെ തുണകൾ എല്ലാം മാറിപ്പോയാലും മാറിപ്പോകാത്ത ഏറ്റവും അടുത്ത തുണയായ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ, ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ധന്യമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവമിടയാക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം അവർക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സദസ്സിൻ്റെ അറിവിലേക്ക്, പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ ചേത്തക്കൽ വില്ലേജിൽ ചേത്തക്കൽ കണ്ണങ്കര വീട്ടിൽ ശ്രീമാൻ ജോർജ് വർഗീസിൻ്റെയും ശ്രീമതി ഫ്രൻസി വർഗീസിൻ്റെയും മകനും ചേത്തക്കൽ എബനേസർ ബ്രദറൻ സഭാംഗവുമായ ജോബി വർഗീസും, പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ പാറയിൽ ശ്രീമാൻ രാജൻ തോമസിൻ്റെയും ശ്രീമതി ഗ്രേസ് രാജിൻ്റെയും മകളും അടൂർ പരത്തിപ്പാറ ബ്രദറൻ സഭാംഗവുമായ രൂത്തിയും തമ്മിലുള്ള വിവാഹമാണ് നടക്കുവാനായിട്ട് പോകുന്നത്. ഈ വിവാഹം
നടത്തിക്കൊടുക്കുന്നതിന് ന്യായമായ യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളതാണ് സന്തോഷകരമായ ഈ സദസ്സ് വ്യക്തമാക്കുന്നത്. ആകയാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവസഭയിൽ വെച്ച് ദൈവിക സാന്നിധ്യത്തിൽ ഈ വിവാഹം നടത്തിക്കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും വിശേഷാൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഇരുവരും ദൈവസഭയുടെ മുൻപാകെ എഴുന്നേറ്റ് നിൽപ്പാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് ഇന്നിമംഗലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നുള്ള ആ പ്രാർത്ഥനാ ഗാനം ഇവർക്കായിട്ട് പാടുന്നതാണ്. മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. നിന്നടിക്കനായി മണി പന്തൽ പന്തലങ്കരിച്ചു, നിന്നടിക്കനായി മണി പന്തൽ പന്തലങ്കരിച്ചു, അന്നൂരസവീനുണ്ടാക്കി എന്ന പോലെ നേരം വന്നു, അന്നൂരസവീനുണ്ടാക്കി എന്ന പോലെ നേരം വന്നു. ഇനി മംഗളം